ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചീമേനി മുണ്ടിയിൽ തെയ്യം കൂടിയിട്ടാണ്. മെയ് 5-നാണ് തെയ്യം കൂടിയിന്. ഇന്ന് മെയ് 7 അത്രയും നല്ല ചന്തയിലും വന്നിട്ടുണ്ട് കേട്ടോ. പോകുന്ന വൈക്കൽ ഫുൾ ചന്തയാണ്. കണ്ടാൽ കണ്ണ് മഞ്ഞളിക്കും ഗൈസ്, അത്രക്കും ചന്തയിട്ട ഡ്രസ്സ്, ചട്ടി, ഒരു വീട്ടിലേക്ക് വേണ്ട എന്ത് സാധനമാണ് വേണ്ടത് വെച്ചാൽ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ചന്ത. കഴിഞ്ഞ പ്രാവശ്യം നല്ല ചന്തയുണ്ടായിനി. അപ്പോൾ ഇതെല്ലാം അമ്പലത്തിലേക്ക് പോകുന്ന രണ്ട് സൈഡിലത്തെ വഴിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അതുവരെ ചന്തയും സാധനങ്ങളായിട്ട് നിറഞ്ഞിട്ടേ ഉള്ളത്. പിന്നെ ഇന്ന് രണ്ടാമത്തെ ദിവസത്തിൽ തെയ്യം തുടങ്ങിയിട്ട്, അതുകൊണ്ട് തന്നെ ചന്ത എന്നും വരുന്നത്രയല്ല, കുറേ അടുത്ത് സ്റ്റാളെല്ലാം കെട്ടി തുടങ്ങുന്ന അത്ര കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ 15-ാം തീയതി വരെയാണ് തെയ്യമുള്ളത്, 16-ാം തീയതി വരെ. അപ്പോൾ ലാസ്റ്റ് ദിവസത്തിലെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, ചന്തേൻ്റെ അവസ്ഥ. അത്രക്കും സാധനങ്ങളായിരിക്കും ഗൈസ് വിൽക്കുന്നുണ്ടാവൽ. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്, പ്രധാന കവാടം കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് ഭയങ്കര തിരക്കാണ്, നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിന് കേട്ടോ. അപ്പം ഒന്നും പറയാനില്ല, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ല തിരക്കാന്ന് ഇപ്രാവശ്യം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ തിരക്ക് എന്ന് പറയുന്നത്. നമ്മളെ ചീമേനി മുണ്ടിയാന്നെല്ലാം പറയുന്നത് നമ്മളെ നാടിൻ്റെ ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ. അടുത്ത തെയ്യവും കളിയാട്ടം എന്നെല്ലാം പറയുന്നത് പ്രധാനമായിട്ടും വിഷ്ണുമൂർത്തിയാണ് അടുത്ത തെയ്യം ഉണ്ടാവൽ. മഹാവിഷ്ണുവിൻ്റെ നാന്ന് വിഷ്ണുമൂർത്തിയാണ് കെട്ടിയാടൽ. ഇന്ന് പകലാണ് തെയ്യം, ഇന്ന് രാത്രി തെയ്യം ഉണ്ടായില്ല. പക്ഷേ ഇന്ന് രാത്രി നല്ല ഏതോ മാധവം ഭജൻസ് എന്നവരും പറഞ്ഞിട്ട് ഒരു ടീമിൻ്റെ ഭജന ഉണ്ടായി. നല്ല അടിപൊളി ഭജന ഉണ്ടായി കേട്ടോ. നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. മൊത്തം മെൻസിൻ്റെതാണ് ഇത്, മാധവം ഭജൻസാണ് കേട്ടോ. ഭജയ് മാധവം ഭജൻസ് പയ്യന്നൂരിൻ്റെയാണ് ഗാനമേള ഉണ്ടായിന്, ഭക്തി ഗാനമേളയാണ്. അപ്പോൾ അതെല്ലാം കുറേ സമയം കേട്ടിരുന്നു. എൻ്റെ അമ്മക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മക്കും ഇങ്ങനെ ഈ പാട്ട് പാടാനെല്ലാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ പറഞ്ഞു നമുക്ക് കുറച്ച് സമയം കണ്ടിട്ട് പോകാമെന്ന്. അങ്ങനെ അവിടെ കുറേ സമയം ഇരുന്നു. അപ്പോൾ അമ്മ ആസ്വദിച്ച് കാണുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ പിന്നെ നിമോഷും ആടുന്ന് ഭയങ്കര ഹാപ്പിയായി ഉണ്ടായിന്. ഓളും കുറേ കളിക്കുന്നെല്ലാം ഉണ്ടായിന് പാട്ട് കേട്ടിട്ട്. അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ശരിക്കും ഇന്ന് തെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാനില്ലല്ലോ. അപ്പോൾ നല്ല രീതിയിൽ LED ബൾബിനെ കൊണ്ട് കൃഷ്ണനെല്ലാം അലങ്കരിച്ചിട്ടുണ്ടായിനി. നമ്മൾ മഹാവിഷ്ണുവിനെ അടിപൊളിയായിട്ട് വേറൊരു തരത്തിൽ അലങ്കരിച്ചിട്ടുണ്ടായിനി. പിന്നെ ഫുഡ് കോർട്ടും ഇഷ്ടം പോലെ ഉണ്ടായിട്ട്, കടല, പിന്നെ കോണ്, സ്വീറ്റ് കോൺസ്, ഐസ്ക്രീംസ്, പിന്നെ നമ്മളെ മുളക ബജ്ജി, കോളിഫ്ലവർ ബജ്ജി, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിനി. ഇത് ഭയങ്കര നൊസ്റ്റാൾജി അടുപ്പിച്ചിട്ട് എനിക്ക് നമ്മളെ പുളിമുട്ടായും നാരങ്ങ മിഠായി, പണ്ട് സ്കൂളിൽ പോകുമ്പോൾ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും 50 പൈസക്കെല്ലാം വിളിക്കുന്ന കുറേ മുട്ടായിൻ്റെ പല പല ശേഖരണം ഉണ്ടായിനി. പിന്നെ ഈ തൂങ്ങുന്നത് ഉണ്ടായിനി, കുങ്കുമത്തിൻ്റെ പലതരം കളർ ഉണ്ടായിനി. അപ്പം ഇതെല്ലാം കണ്ടാൽ നമ്മൾ വാങ്ങിപ്പോവും, അത്രയ്ക്ക് രസമുണ്ടായിന്. പിന്നെ എനിക്ക് അതിനേക്കാളും ഇഷ്ടമായത് നമ്മൾ ഈ കുലുക്കി സർബത്ത് അടിക്കുന്നവരെയാണ് കേട്ടോ. നല്ല രസമുണ്ട് അവർ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിമോഷിക്ക് വേണ്ടിയിട്ട് ഒരു റോസ് മിൽക്കിൻ്റെ കുലുക്കി സർബത്ത് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതാണ് അവരാക്കി തരുന്നത്. അപ്പോൾ അവരടിക്കുന്നത് കാണാനും ആ പാലൊഴിക്കുന്നത് കാണാനും ഭയങ്കര രസമാണ് കേട്ടോ. എനിക്കൊന്ന് ഇതാണ് കുലുക്കി സർബത്ത് ഇങ്ങനെയാണെന്നല്ല ഫേമസ്. അപ്പോൾ ആ കുലുക്കൽ ഭയങ്കര തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിനി. ആ കുപ്പി ഗ്ലാസ്സാണ് അവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല ഫോഴ്സിലാണ് അത് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പൊട്ടിപ്പോവില്ലെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിനി. പക്ഷെ ഒന്നും പൊട്ടിയിട്ടില്ല. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. പിന്നെ കുറേ പ്രാവശ്യം അവർ നമ്മൾ കളി കളിപ്പിച്ചിട്ടാ, തരുന്ന പോലെ കളിച്ചിട്ട് തരാണ്ട് നിന്നിട്ടുണ്ടായിനി. അങ്ങനെ നിമോഷിന് ഒരു റോസ് മിൽക്കിൻ്റെ കുലുക്കി സർബത്താണ് പറഞ്ഞിട്ടുണ്ടായിനി. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. പിന്നെ ഏട്ടൻ ഒരു പച്ചമാങ്ങേൻ്റെ കുലുക്കി സർബത്തും അമ്മ ഒരു പൈനാപ്പിളിൻ്റെ കുലുക്കി സർബത്താണ് പറഞ്ഞിട്ടുണ്ടായിനി. അത് രണ്ടും കുറച്ച് എരിവ് ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അതാക്കുന്ന വീഡിയോയിൽ ഞാൻ ഫുള്ളും എടുത്തിട്ടുണ്ടായിനി. അപ്പം നല്ല രസമുണ്ട് അത് രണ്ടും കൂടി അടിക്കുന്നത് കാണാൻ. എനിക്കിങ്ങനെ എൻ്റെ നെഞ്ഞടിക്കുന്നുണ്ടായിനി. ആ ഗ്ലാസ് ഇപ്പോൾ പൊട്ടുമെന്ന് ഞാൻ വിചാരിച്ചിനി. പക്ഷേ അതെന്തോ ഭാഗ്യത്തിന് പൊട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഏട്ടനെയും കുറേ പ്രാവശ്യം അയാൾ പറ്റിച്ചിട്ടുണ്ടായിനി, തരുന്ന പോലെ കളിച്ചിട്ട് കൊടുക്കുന്നേ ഉണ്ടായില്ല. ലാസ്റ്റ് ഏട്ടൻ ഇത് എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിനി. അങ്ങനെ പച്ചമാങ്ങി പൈനാപ്പിളും നല്ല ടേസ്റ്റ് ഉണ്ടായിനി. കുറച്ച് എരിവും പുളിയെല്ലാം ആയിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പം കണ്ട തിരക്കാന്ന് കേട്ടോ നിങ്ങൾ കാണുന്നത്. ജനങ്ങൾ ഒഴുകി വരുന്നുണ്ടായിനി, അത്രയും ജനങ്ങളാണ് വരുന്നുണ്ടായിനി. പരിപാടിയെല്ലാം കണ്ടിട്ട് മെല്ലെ പോകാനായിരിക്കും എല്ലാവരും വൈകി വരുന്നുണ്ടാവൽ. പിന്നെ കുറേ ഇഷ്ടംപോലെ സ്റ്റാൾസ് ഉണ്ടായിട്ട് ഏതെടുത്താലും 10 രൂപ, 20 രൂപ, 30 രൂപ, പിന്നെ എല്ലാറ്റിനും 100 രൂപ, അങ്ങനെയുള്ള കുറേ സ്റ്റാൾസ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ തെയ്യക്കാ ചിത്രയിൽ നമ്മൾ നാട്ടിൽ നിന്ന് പോലായി. അപ്പോൾ അതുകൊണ്ട് ഇനി തെയ്യത്തിൻ്റെ ലാസ്റ്റ് ദിവസമൊന്നും വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ആദ്യം തന്നെ പോയിന്.
അപ്പം ഇനി തെയ്യം മിസ് ചെയ്യണ്ട. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചേച്ചാ ബൈ ബൈ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.